മലയാള സിനിമയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സെക്സി ലേഡി ഐക്കൺ ഇല്ല. സിൽക്ക് സ്മിത. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിൽ തെളിയുന്നത് മാസ്മരികമായ കണ്ണുകളും സിരകളിൽ തീ പടർത്തുന്ന നൃത്തച്ചുവടുകളുമാണ്. പക്ഷേ സിൽക്ക് സ്മിതയും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച ഒരു ചിത്രത്തിന്റെ അണിയറയിൽ നടന്ന ഞെട്ടിക്കുന്ന ഒരു രഹസ്യം നിങ്ങൾക്കറിയാമോ? ഒരു സംവിധായകൻ ആഗ്രഹിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുമായിരുന്ന ആ ഒരൊറ്റ രംഗം. അതെ, നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിലെ അഥർവം എന്ന സിനിമയിലെ ഒരു പ്രത്യേക സീനിനെ കുറിച്ചാണ്. 1989 ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അഥർവം. ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാര ക്രിയകളുടെയും കഥ പറഞ്ഞ ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് അനന്തപത്മനാഭൻ എന്ന മന്ത്രവാദിയെയായിരുന്നു. നെഗറ്റീവ് റോൾ. ഈ സിനിമയുടെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഒരു സുപ്രധാന രംഗം ചിത്രീകരിക്കാൻ ഡെന്നിസ് ജോസഫ് പ്ലാൻ ചെയ്തിരുന്നു. അതായിരുന്നു യോനി പൂജ. ഒരു മന്ത്രവാദി തന്റെ സിദ്ധികൾ പൂർത്തിയാക്കാൻ നഗ്നയായ ഒരു സ്ത്രീയെ മുൻപിൽ നിർത്തി നടത്തുന്ന പ്രത്യേക പൂജ. ഈ രംഗത്തിനായി സിൽക്ക് സ്മിതയെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആ രംഗത്തിന് വേണ്ടി പൂർണ്ണ നഗ്നയായി മമ്മൂട്ടിയുടെ മുന്നിൽ നിൽക്കാൻ സിൽക്ക് സ്മിത തയ്യാറായിരുന്നു. അഭിനയത്തോടുള്ള സിൽക്കിന്റെ അർപ്പണബോധം അത്രമേൽ വലുതായിരുന്നു എന്ന് സംവിധായകൻ ഡെന്നിസ് ജോസഫ് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മമ്മൂക്ക അതിന് സമ്മതിച്ചില്ല. തന്റെ കരിയറിലും വ്യക്തിജീവിതത്തിലും കൃത്യമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന മമ്മൂട്ടി അത്തരമൊരു നഗ്നരംഗം സ്വാഭാവികമായി ചിത്രീകരിക്കുന്നതിനോട് വൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അത് പ്രതീകാത്മകമായി, അതായത് ആർട്ടിഫിഷ്യലായി ചെയ്താൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട്. ഡെന്നിസ് ജോസഫിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, സിൽക്ക് സ്മിതയുടെ ആ പൂർണ്ണ നഗ്നതയും യോനി പൂജയും സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അഥർവം അന്നത്തെ കാലത്ത് പിടിച്ചാൽ കിട്ടാത്ത വലിയ ഒരു ഹിറ്റായി മാറുമായിരുന്നു. സിനിമ റിലീസ് ചെയ്ത സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അഥർവം ഒരു കൾട്ട് ക്ലാസിക് ആയി മാറി. എങ്കിലും ആ രംഗം ഒഴിവാക്കിയതോടെ സിനിമയുടെ കൊമേഴ്സ്യൽ വിജയം തടസ്സപ്പെട്ടു എന്നാണ് സിനിമാ ലോകത്തെ അന്നത്തെയും ഇന്നത്തെയും അണിയറ സംസാരം. മമ്മൂട്ടി തന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ എടുത്ത ആ തീരുമാനം സിനിമയുടെ ബോക്സ് ഓഫീസ് വിധിയെ തന്നെ ബാധിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല. വർഷങ്ങൾക്കിപ്പുറം സിൽക്ക് സ്മിത ഒരു ഓർമ്മയായെങ്കിലും അഥർവത്തിലെ ആ നിഗൂഢ നിമിഷങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. സ്ക്രീനിലെ മാന്ത്രികനും ജീവിതത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ നായികയും നമ്മളെ അവർ വിട്ടുപോയെന്നുള്ളത് ഒരു സത്യം. ഇവർ തമ്മിലുള്ള ആ അപൂർണമായ രംഗം മലയാള സിനിമയിലെ എന്നും ബാക്കി നിൽക്കുന്ന ഒരു വലിയ എങ്കിൽ ആയി അവശേഷിക്കുന്നു. സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണേ.